ഈ അവിഹിതത്തെ ന്യായീകരിക്കാൻ പല തരത്തിലുള്ള താളങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക തരം താളം വിടൽ ഞാൻ കേൾപ്പിച്ചു തരട്ടെ. അങ്ങ് മെഴുകുകയാണ്, മെഴുകി വാരി എറിയുകയാണ്. നമുക്ക് കേൾക്കാം. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാനും വിഷ്ണുവും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളുടെ പേരിൽ. ഇവരാരാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവര് തരംഗം സൃഷ്ടിച്ച കലിപ്പനും കാന്താരിയുമായിരുന്നു. ഈ കലിപ്പനും കാന്താരി ഇപ്പൊ വേർപെട്ടിരിക്കുകയാണ്. വേർപെട്ടതിന്റെ കാരണം മൂന്നാമതൊരുത്തൻ സ്വാഭാവികമായിട്ട് ഒരു ബന്ധത്തിന്റെ ഇടയിൽ വരുമ്പോഴാണല്ലോ വേർപെടുന്നത്. ആ വേർപെട്ടതിന്റെ കാര്യമാണ് പറയുന്നത്. ലവന്റെ സുഹൃത്ത് വിഷ്ണുവിന്റെ സുഹൃത്തായിട്ടുള്ളവൻ ഈ പെൺകുട്ടിയായിട്ട് വിഹിത ബന്ധമാണെന്ന് വിഷ്ണു സംശയിച്ചു. ആ സംശയം അപ്പൊ ആ സമയത്തൊന്നും ഇല്ല കേട്ടോ, ആ സമയത്ത് അങ്ങനൊന്നും ഇല്ല. ബാക്കിയേക്കാം. ഇനി ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. അല്ല, എന്ത് ചുമ്മാ ഇതാക്കിയതാന്ന് പറഞ്ഞേ? എന്തോന്ന് ചുമ്മാ എന്താ ഈ ചുമ്മാ എന്താക്കിയപ്പോഴാണ് അവനങ്ങനെ സംശയം തോന്നിയത്? ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടെന്നൊരു സംശയം തോന്നാൻ എന്തോന്ന് ചുമ്മാ ആക്കി? എന്താന്ന് പറയുന്നില്ല കേട്ടോ, എന്തോ ഒന്ന് ആക്കിയിട്ടുണ്ട്. വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തെ സംശയ രോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഞാൻ എന്തൊരു തരം മെഴുകലട ഇത്. സംഭവം പറഞ്ഞത് മനസ്സിലായോ? അവൻ ആദ്യം എന്തൊരു നമ്മളൊന്ന് കാണിച്ചപ്പോ അവൻ പറഞ്ഞു നമ്മൾ തമ്മിൽ അവിഹിതമാണ്. അപ്പൊ അന്നേരം നമ്മൾ തമ്മിൽ ഒന്നുമില്ല, നമ്മൾ തമ്മിൽ പരിശുദ്ധമായ സൗഹൃദ ബന്ധം മാത്രം. എങ്ങനെ സൗഹൃദം? ഭർത്താവിന്റെ കൂട്ടുകാരൻ, ആ ഒരു സൗഹൃദം. അതിനുശേഷം ഇവൻ പലരോട് പറഞ്ഞു ഇവര് തമ്മിൽ അവിഹിത ബന്ധമാണ്. എന്നാ ഞാൻ വിചാരിച്ചു അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം, അവനുമായിട്ട് തന്നെ അങ്ങ് അവിഹിതിച്ചേക്കാന്ന്. ഉളുപ്പുണ്ടോ പറയാനായിട്ട്? ഇത് തന്നെ എക്സ്ട്രീം ലെവൽ ഓഫ് മെഴുകലാണ്. നിങ്ങൾക്ക് അങ്ങനെ അവിഹിതം ഇല്ലെങ്കിൽ അത് ഇല്ലെന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്. അല്ല, അവൻ പറഞ്ഞ അവിഹിതം ഉണ്ടെന്ന്, എന്നാ പിന്നെ അവനുമായിട്ട് തന്നെ അവിഹിതിച്ചേക്കാം എന്ന് വിചാരിച്ചു. മെച്യൂരിറ്റി ഇല്ലാത്ത രണ്ട് പീക്കിരി പിള്ളേരുണ്ടാക്കിയ പരിപാടിയാണിത്. ഒരുത്തൻ 8ാം ക്ലാസ് ഫെയില്, പെണ്ണ് +2 ഫെയില്. ചുമ്മാ പോയി നമ്മുടെ സ്കൂളിൽ ഇരുന്ന് കൊടുത്താൽ 100% ജയിപ്പിക്കും. അത് അറ്റൻഡൻസ് ഉണ്ട് ജയിപ്പിക്കും. അങ്ങനെയുള്ള സമയത്ത് പോലും ഇത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. എന്നിട്ടാണ് ഇമാതിരി മെഴുകൽ. കൊള്ളാം, അവിഹിതം ന്യായീകരിക്കാനുള്ള പുതിയ മെഴുകൽ. നിങ്ങൾ അവിഹിതമുള്ളവർ എഴുതി വെച്ചോ. അതായത് അവൻ സംശയിച്ചു, അതുകൊണ്ട് കാണിച്ചു കൊടുക്കണ്ടേ, അവനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി നമ്മൾ അവിഹിതത്തിലായി. കൊള്ളാം, നൈസ്.